എക്കോ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാകാന്ഡം. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫ്രഷ് കണ്ടന്റ്, നല്ല മേക്കിംഗ്, ഒന്നാം തരം സ്ക്രീൻ പ്ലേ, കിഡിലൻ ക്ലൈമാക്സ്. കിഷ്കിന്ധാകാന്ഡം പോലെ തന്നെ ഒരു സ്ലോ പേസിൽ തുടങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഒരു ഡിഫറെന്റ് വേറൊരു അറ്റംപ്റ്റ് ആണ് ഈ സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. സിനിമയിലോട്ട് വരികയാണെങ്കിൽ കുര്യൻ എന്ന ആളെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ തുടങ്ങുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങും അതുപോലെ തന്നെ ഒരു പീക്ക് ലെവൽ ഇന്റർവെല്ലും പിന്നെന്താ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാസ് സീനൊന്നുമല്ല, പക്ഷെ എന്നിട്ട് പോലും നമുക്ക് രോമാഞ്ചം വരുന്നുള്ള രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ എന്താ പറയാ അവസാനം വരെ ഒരു ദുരൂഹത നിലനിർത്തി നമ്മളെ പിടിച്ചിരുത്തുന്നുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ 1980 കാലഘട്ടവും ഹൈ റേഞ്ചും ഒക്കെ ആയിട്ട് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് എന്താ പറയാ ശരിക്കും ഇന്നാക്കുന്നുണ്ട് സിനിമ. പിന്നെ പെർഫോമൻസുകൾ എടുത്ത് പറയുകയാണെങ്കിൽ വിനീത്, നരേൻ, അതുപോലെ ബിനു പപ്പു, അശോകൻ, പിന്നെ നമ്മുടെ സന്ദീപ് പിയൂസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് എന്താ പറയാ പീക്ക് ലെവൽ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു 2.25 മണിക്കൂറുള്ള സിനിമ ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്.